വാ വാ വാ. ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഓൾറെഡി വീഡിയോ എടുത്ത് വോയിസ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ വോയിസിൽ അത്ര ഒരു ഉഷാറില്ല. ഒന്നാമത് രാവിലെ തന്നെ ആയതുകൊണ്ട് അത്ര വലിയ ഉഷാറില്ല കേട്ടോ. അതുകൊണ്ടാണ് രണ്ടാമത് ഓവർ വോയിസ് കൊടുത്തിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു അടിപൊളി വീഡിയോ ആണ്. നമ്മളെ മഖ്ദൂമിനെ മദർസിൽ ചേർത്താൻ പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മഖ്ദൂമിൻ്റെ അവസ്ഥ ഇത് കാണാൻ പോകുന്നത്. അവന് മദർസിൽ ചേർത്താൻ പോകുമ്പോഴുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ മദർസിലെത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഫുൾ വീഡിയോ കാണണേ. അപ്പോൾ ഞാൻ മഖ്ദൂമിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ആരും പുറത്തൊന്നും കാണുന്നില്ല, എനിക്കൊന്ന് ഉള്ളിലുണ്ടാവുന്നതായിരിക്കുന്നത്. അപ്പം എന്നെ കണ്ടപ്പാടെ തന്നെ നമ്മളെ മൊയ്സൊക്കെ ഓടി വന്നു കേട്ടോ. ഉള്ളിൽ പോയേക്കുമ്പോൾ മഖ്ദൂമിനെ നോക്കുമ്പോൾ മഖ്ദൂം അങ്ങ് സെറ്റായിട്ട് അങ്ങ് ഉറങ്ങുന്നില്ല, കിടന്നാണ് ഭയങ്കര മൂടോട്ട് എന്താണെന്ന് അറിയില്ല. അങ്ങനെ കുറേ വിളിച്ചിട്ട് അങ്ങനെ ചായയെല്ലാം കുടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ മുർഷിദ. അപ്പോൾ ചായ ഇങ്ങനെ കുടിപ്പിക്കുമ്പോൾ ആൾ ഭയങ്കര സെഡായിട്ടുള്ള, എനിക്കൊന്ന് രാവിലെ എണീച്ചതിൻ്റെ ക്ഷീണമായിരിക്കും ചിലപ്പോൾ, പതിവില്ലാണ്ട് എണീക്കുന്നല്ലേ. അപ്പോൾ ആ ഒരു ഇതായിരിക്കും കേട്ടോ. മുർഷിദ തന്നെ ചായ കുടിക്കാൻ വേണ്ടി ക്ഷണിച്ചിരുന്നത്. അപ്പോൾ ആ വേണ്ടെന്നൊക്കെ പറയുന്നത് പിന്നെ ചായ കുടിച്ച്. അപ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ ഉപ്പിയും ഫർസാദും ഓൾറെഡി ചായ കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മഖ്ദൂമിനെ ദൂരത്ത് നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. അവൻ ഫുള്ള് സെറ്റായിട്ടുള്ള ഭയങ്കര വിഷമം പോലെ കേട്ടോ. കാണുമ്പോൾ എന്തോ എനിക്ക് ഫീലാണ്. മഖ്ദൂമേ മദർസിൽ ചേർത്താൻ വേണ്ടി പോക്കല്ലേ? പോകാൻ മൂടില്ല? എന്ത് വൈകുന്നേരം മത്സരം വേണ്ട? രാവിലെ വേണ്ട? ഉറങ്ങണോ? പൈസ എല്ലാം കിട്ടിയില്ല തരാൻ തന്നെ. അപ്പം ഞാൻ ചിരിപ്പിച്ചിട്ടും കളിപ്പിച്ചിട്ടൊന്നും അവൻ ഓക്കെ ഇല്ല കേട്ടോ. അപ്പോൾ മർസിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ അവൻ വീണ്ടും ഉള്ളിലേക്ക് തന്നെ പോകുന്ന കേട്ടോ. അപ്പോൾ അവൻ്റെ ഉമ്മ പൈസ എല്ലാം കൊടുത്തിട്ട് അവനെ മയക്കുന്നുണ്ട്. അപ്പോൾ അവൻ എന്നിട്ട് ഓക്കെ അല്ല, എന്നിട്ടും മർസിലേക്ക് പോകാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ഈ ഒരു രക്ഷയില്ല. ഇങ്ങനൊരു മടി ആദ്യമായിട്ട് ഞാൻ കാണുന്നു അവൻ്റെ അടുത്ത്. ഇങ്ങോട്ട് നോക്കിയാ ഇതെന്നാ ആടെന്നുള്ള വല പിടിക്കുന്ന മീനാ? മീൻ പിടിക്കുന്ന വലയാ എടുത്തു അതാട്ടോ പറഞ്ഞത്. വല പിടിക്കുന്ന മീന്, മീൻ പിടിക്കുന്ന വല. ഇതാ നോക്കിയാ ചക്ക വീണ്ടും സഡായിട്ട് ഇരിക്കുന്നു. എന്താണ് ഈ ചക്ക? മഖ്ദൂം ഒരേ വരുന്ന തന്നെ കേട്ടാ. ഇറങ്ങാൻ ഭയങ്കര മടിയായിരുന്നു. ഞാൻ പിന്നെയും വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ അവനെ അനങ്ങാണ്ട് നിൽക്കുന്നു, പിന്നെയും ചിരിക്കൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത വൈരം കൊടുക്കലായിരുന്നു രാവിലെ തന്നെ കേട്ടാ. മറിച്ചിപ്പോൾ അങ്ങനെ ഇറങ്ങുമ്പോൾ ഉമ്മ പറഞ്ഞു എന്നാണ് അവൻ പറയുന്നത്. ഉമ്മാനെ പേര് ഇരിക്കണോ, ഉമ്മാൻ്റെ പേരെ കിടക്കണമെന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ ഭയങ്കര ഷട്ടിലാവുള്ളൂ കേട്ടാ. അപ്പോൾ രാവിലെ ഇറക്കാൻ പെട്ട പാട് നമുക്കേ അറിയാം. കുറേ കളിപ്പിച്ചും ചിരിപ്പിച്ചും കുറേ തമാശെല്ലാം പറഞ്ഞാന്ന് ഇറക്കിയ. ഉപ്പയും വർഷാത്ത് ഓനെ കാറിൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ് കാത്തിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്കൂട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കൂട്ടറിൽ ഞാൻ ഓൻ കാറിൽ കയറില്ല എന്ന് ഉറപ്പായി. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വേഗം സ്കൂട്ടറിലേക്ക് പോവാം, സ്കൂട്ടറിന് നമുക്ക് മർസിലേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തെല്ലോ പറഞ്ഞാൽ ഞാൻ അവനെ സ്കൂട്ടറിലേക്ക് കയറ്റിട്ടാ. അങ്ങനെ ഒരു വകയായിട്ട് ഞാൻ പിടിച്ച് കയറ്റിയതിന് ശേഷം ആൾ ഓക്കെ കേട്ടോ. മഖ്ദൂം നല്ല മോനായിട്ട് നമ്മളിപ്പോൾ മർസിൽ ചേർത്താൻ വരുന്നുണ്ട് കേട്ടോ. കുറച്ച് കരച്ചിലെല്ലാം ഉണ്ടായിരുന്നു. നല്ല മോനെ അപ്പോൾ മാഷാ അല്ലാഹ് അവൻ അടിപൊളി ഹാപ്പി ആയിട്ടാ. അവനെ കുറേ സമാധാനിപ്പിക്കലും ചെയ്തേട്ടാ. അപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് എന്താ പറയുക ഒരു 1.5 കിലോമീറ്ററുള്ള ദൂരമേ ഉള്ളൂ മർസിലേക്ക്. അപ്പോൾ ആ വയൽക്കരിയിലോട്ടല്ലേ വരണ്ട കേട്ടോ, മനുഷ്യാവിലുള്ള മദ്രസയിലാണ് കാണിച്ചേരിയിലേക്ക്. അപ്പോൾ ഓൻ കുറേ ചിരിപ്പിച്ചും കളിപ്പിച്ചിട്ട് ഞാൻ മെല്ലെ സ്കൂട്ടർ ഓടിച്ചു അവനെ കുറേ തമാശയെല്ലാം പറഞ്ഞിട്ടാണ് മർസിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ കരച്ചലിൻ്റെ മൂടെല്ലാം പോയി ഇപ്പോൾ മർസിലേക്ക് പോകാനുള്ള മൂടായി കേട്ടോ. ഓൻ ആൾ ഓക്കെ ആയി ഇപ്പോൾ. ഇപ്പം ഇഷ്ടമല്ല മർസി പോകാൻ? മുത്താപ്പൻ്റെ പര വന്നോണ്ട് എനിക്കറിയില്ലല്ലോ. തണുക്കുന്നുണ്ട്. അതായത് നീ കാറിൽ വന്നാൽ പോലെയാണോ? നീ വൈരം കൊടുത്തിട്ടല്ലേ? ഇതേപോലത്തെ കുറേ കുട്ടികളുണ്ടാവും, പുതിയ കുട്ടികൾ. അങ്ങനെ നമ്മൾ മദ്രസയിലെത്തിയിട്ടുണ്ട് കേട്ടോ. മദ്രസിൻ്റെ ഫ്രണ്ട് ഗേറ്റിൻ്റെ പുറത്ത് നമ്മളിവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അവരെ വെയിറ്റ് ചെയ്യലാന്ന്, ഉപ്പാനെയും ഫർസാദിനെയും നമ്മൾ വെയിറ്റ് ചെയ്യലാന്ന് കേട്ടോ. അപ്പോൾ കുട്ടികൾ ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 2 ബാച്ചായിട്ടാണ് അവിടെ മദ്രസയുള്ളത്. ഒന്ന് രാവിലത്തെ ബാച്ചും പിന്നെ ഒന്ന് 8:15 ശേഷമുള്ള ബാച്ചാണ് കേട്ടോ. അപ്പോൾ 2 ബാച്ചായിട്ട് അവിടെ മദ്രസ പ്രവർത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ അവർ ഓൾറെഡി എത്തിയിട്ടുണ്ട്. മഖ്ദൂമിൻ്റെ കരച്ചിലും മൂടെല്ലാം പോയി മാഷാ അല്ലാഹ് അടിപൊളിയായി, നല്ല മൂഡിലേക്ക് മാറി കേട്ടോ. മാഷാ അല്ലാഹ് അവൻ ഓക്കെ ആയി.
അപ്പോൾ മർസിയിലേക്ക് പോക്കാന്ന്. മർസിയിൽ പോകുമ്പോൾ ചെറിയ നാടൻ കളിയെല്ലാം ഉണ്ടോ എനിക്ക്. കരച്ചിൽ പോകേണ്ട അൽഹംദുലില്ലാ വലിയ ഹയർ. അപ്പോൾ മർസയെല്ലാം കണ്ടിട്ട് അവന് കുറച്ച് എക്സൈറ്റഡ് ആയ പോലെ ഉണ്ട്. എനിക്ക് വന്ന് ആൾ ഓക്കെ ആണ്, ഹാപ്പിയാണ് മാഷാ അല്ലാ. അപ്പോൾ നമ്മൾ നേരെ ചെന്ന് ഓഫീസിൽ പോയേക്കുമ്പോൾ ഓഫീസ് അടച്ചിട്ടുള്ളതിന് കേട്ടോ. അപ്പോൾ ഉസ്താദ് മോളിൽ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അതായിരുന്നു ഉസ്താദിനെ കാണായിരുന്നത്. സദർ ഉസ്താദ് ഓൺലൈൻ ഉണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലത്തെ ബാച്ചിലുള്ള കുട്ടികളൊക്കെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് 6:15 ഫസ്റ്റ് ബാച്ച്. അപ്പോൾ ഓൾറെഡി ഒരു കുട്ടി ഉസ്താദിനെ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉസ്താദിനെ വെയിറ്റ് ചെയ്യലാണ്. മക്തും മാഷാ അല്ലാ അടിപൊളി തന്നെ. അപ്പോൾ നമ്മൾ എല്ലാ കുട്ടികളെയും ചേർത്താൻ പോകുന്ന പോലെ മുട്ടായും അതുപോലെ ഉസ്താദിനുള്ള ചായയും ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ വന്നത് കേട്ടോ. ഉപ്പാൻ്റെ കയ്യിലുള്ളത് ഉസ്താദിന് കൊടുക്കേണ്ട ചായയും കടിയും അതുപോലെ തന്നെ ചോക്ലേറ്റൊക്കെയാണ്. അപ്പോൾ നമ്മളെ സിദ്ദീഖ് ഉസ്താദാണ് സദർ ഉസ്താദ് കേട്ടോ. എന്നെ പഠിപ്പിച്ച ഉസ്താദാണ്, എന്നെ 5ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഉസ്താദായിരുന്നു കേട്ടോ. അപ്പോൾ സിദ്ദീഖ് ഉസ്താദ് അവിടെ ഓൾറെഡി കുറച്ച് ബിസിയാണ്. അപ്പോൾ വരുന്ന കുട്ടികൾക്ക് മുട്ടായി കൊടുക്കാനുള്ള ഇതിൽ ഉസ്താദ് എന്തോ അറേഞ്ച് ചെയ്യലാണ്. അപ്പോൾ മക്തും മാഷാ അല്ലാ അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. ഓന് കരച്ചിലൊന്നുമില്ല, ഹാപ്പിയാണ്, സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്. എന്നും സന്തോഷമായിട്ടിരിക്കട്ടെ. അപ്പോൾ ആൾ ഓക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ ചേർത്തണം, രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ കുട്ടികൾ സെക്കൻഡ് ബാച്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ബാച്ച് ഓപ്പൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തത്. നേരത്തെ വന്നിരിക്കുന്ന കുട്ടികളാണ് കേട്ടോ. അപ്പോൾ ഇതാ മക്തും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് മർസൻ്റെ പുറത്തും അതുപോലെ തന്നെ എല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. എന്താ അവസ്ഥ എന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോയിൽ ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സദർ ഉസ്താദ് ഓൾറെഡി ബിസിയാണ്. ഓൾറെഡി ഒരു കുട്ടീൻ്റെ എന്തോ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബിസിയാണ്. അങ്ങനെ നമ്മൾ മക്തൂമിൻ്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് മക്തൂമിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ആധാർ കാർഡ് അതൊക്കെ ഹാജരാക്കേണ്ടി വന്നു. പിന്നെ രക്ഷാകർത്താവായിട്ട് ഉപ്പ സൈൻ ഇട്ട് കൊടുക്കുകയും ചെയ്തിട്ടാണ്. മാർസിൽ ചെറിയൊരു ഫീ ഉണ്ട്. ആ ഫീയും പിന്നെ ഉസ്താദ്മാർക്ക് ചെറിയൊരു പൈസയും അങ്ങനെ എന്താ പറയുക സന്തോഷത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ അടിപൊളിയാണ്. അപ്പോൾ ഉസ്താദ് പിന്നെ കിതാബൊക്കെ എടുത്ത് മക്തൂമിന് കൈ കൊടുത്ത് ഇപ്പോൾ നമ്മളെ ഖുറാനിലെ ആദ്യത്തെ സൂറത്തിൽ തന്നെ തുടങ്ങി ഫാത്തിഹയിൽ തന്നെ തുടങ്ങിയിട്ട് അവനിക്ക് ഓതി കൊടുക്കുന്നുണ്ട് ഉസ്താദ് കേട്ടോ. അതുപോലെ തന്നെ ഓതി കൊടുത്തതിന് ശേഷം ഫാത്തിഹ ഓതി കൊടുത്തതിന് ശേഷം അദബുൻ എന്നുള്ള പദവും അതിൻ്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. മാഷാ അല്ലാ അൽഹംദുലില്ലാ നല്ല തന്നെ റാഹത്തായിട്ട് വരട്ടെ കുട്ടി. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ മദ്രസയിലെ കാര്യങ്ങളും അതുപോലത്തെ സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഉസ്താദ് കുട്ടിക്ക് അത്രയൊക്കെ പരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ാണ് ഈ മതവിദ്യാഭ്യാസം. എന്താണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത്? ജനങ്ങൾക്ക് മറ്റുള്ളവർക്ക് കാരുണ്യം ചെയ്യണം, രോഗികളായ ആളുകളെ ശ്രദ്ധിക്കണം, അവരെ ശുശ്രൂഷിക്കണം. നിന്റെ അയൽവാസി പട്ടിണി കിടക്കുകയാണെങ്കിൽ അവന് വേണ്ടി നിന്റെ കറിയിൽ അല്പം വെള്ളം ചേർത്തിട്ടാണെങ്കിലും അവന്റെ കാര്യം ശ്രദ്ധിക്കണേ എന്ന് പഠിപ്പിച്ചു ഹബീബ് മുഹമ്മദ് മുസ്തഫ. നിന്റെ അയൽവാസികളിൽ 40 വീടുകൾ നിന്റെ പരിസരത്തുള്ളത് മുഴുവനും നിന്റെ അയൽവക്കമാണ് എന്നും ചേർത്തു സയ്യിദുനാ റസൂലുള്ളാഹി. അയൽവക്കക്കാരെയും നാട്ടുകാരെയും സമുദായത്തെയും ഇതര സമുദായത്തെയും ജനങ്ങളെയും പരിപൂർണമായി ശ്രദ്ധ തിരുത്തണമെന്നും മറ്റൊരാളെ നോവിക്കാതെ മാന്യമായി ജീവിക്കുന്നവനാണ് യഥാർത്ഥ മുസ്ലിം എന്നും പഠിപ്പിക്കുകയാണ്. മനുഷ്യരോട് മാത്രമല്ല, മനുഷ്യത്വം മാത്രമല്ല, മാനവികത മാത്രമല്ല, സർവ്വ ജീവജാലങ്ങളോടും കാരുണ്യത്തോടുകൂടി വർത്തിക്കണമെന്ന് പഠിപ്പിച്ചു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയേറെ മനോഹരമാക്കപ്പെട്ടതാകുന്ന ഒരു സംസ്കൃതി, ഒരു മൂല്യവത്താകുന്ന സംസ്കാരമുള്ളതാകുന്ന വിദ്യാഭ്യാസം മദ്രസയല്ലാതെ മറ്റേതാണ് കാണിക്കാൻ പറ്റുക? അപ്പോൾ മക്തൂമിന് അതൊക്കെ ഓതി കൊടുത്ത് ഓൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ അതിന് വിസ്മയം കൂട്ടിയിട്ട് ഉസ്താദ് ബുക്ക് ഇതാ കൈമ കൊടുക്കുന്നു. ഉസ്താദ് കുറേ അനുഗ്രഹമൊക്കെ ചെയ്തിട്ട് ഓനിതാ ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട്. മാഷാ അല്ലാ ബുക്കൊക്കെ കൈമ കെട്ടി. വേറൊരു കുട്ടി അവിടെ ഇതേപോലെ രജിസ്ട്രേഷന് വേണ്ടി വെയിറ്റ് ചെയ്യലാണ് കേട്ടോ. മാഷാ അല്ലാ ബുക്കൊക്കെ കിട്ടിയേട്ടാ അൽഹംദുലില്ലാ. അപ്പോൾ എൻ്റെ ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവരൊക്കെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്, സീനിയേഴ്സാണ് കേട്ടോ. ഭയങ്കര സീനിയേഴ്സാണ് ഇവർ. അപ്പോൾ ഇവരൊക്കെ എൻ്റെ വീഡിയോസും കാണുന്നവരെ എൻ്റെ റിലേറ്റീവായിട്ടുള്ള കുട്ടികളൊക്കെ അതിലുണ്ട് കേട്ടോ. എൻ്റെ വൈഫിൻ്റെ റിലേറ്റീവായിട്ടുള്ള കുട്ടികളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളെ കണ്ടിട്ട് പുറത്ത് വന്നേന്നെ. മക്തൂമിനോട് അവരെന്തൊക്കെയോ കുശലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളിത് സെക്കൻഡ് ബാച്ചിലേക്ക് വരാൻ വേണ്ടിയിട്ട് ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു കേട്ടോ. കുട്ടികൾ പാവം അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ബാച്ച് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞ് സെക്കൻഡ് ബാച്ചിലേക്ക് കുട്ടികൾ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യലാന്ന്. സെക്കൻഡ് ബാച്ച് എനിക്കൊന്ന് പിന്നെ 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയാന്ന് തോന്നുന്നു പിന്നെ മോർണിംഗ് ബാച്ച് അല്ലെങ്കിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ആയിരിക്കും മോർണിംഗ് ബാച്ച് ഉണ്ടാകുക. അതിന് ശേഷം ഒരു 8 മണിക്ക് ശേഷം ചെറിയ ബാച്ച് ചെറിയ ക്ലാസ്സിലുള്ള ബാച്ചിലായിരുന്നു നമുക്ക് തോന്നുന്നു. അപ്പോൾ കുട്ടികളൊക്കെ മദ്രസ വിട്ടിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ മദ്രസ ക്ലാസ്സിൽ കയറാൻ വേണ്ടിയിട്ടും കുട്ടികൾ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ മദ്രസ, മൻഷാവുലും ഹയർ സെക്കൻഡറി മദ്രസ ഇതാണ് കേട്ടോ. LP സ്കൂളും അതിൽ തന്നെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഉസ്താദ് മഖ്ദൂമിൻ്റെയും അതുപോലെ തന്നെ നേരത്തെ കണ്ട കുട്ടിയുടെ എൻ്റെ സുഹൃത്തിൻ്റെ മരുമകളാണ്. അപ്പോൾ അവരെയും കൂട്ടിയിട്ട് ഇത് ക്ലാസ്സിലേക്ക് 1ാം ക്ലാസ്സിലേക്ക് ഇരുത്താൻ വേണ്ടി പോകാൻ കേട്ടോ. മാഷാ അല്ലാ ഉസ്താദ് കയ്യും പിടിച്ചിട്ടൊക്കെ 2 കുട്ടികളെയും നല്ല എന്താ പറയുക കാണുമ്പോൾ തന്നെ നല്ലൊരു നമുക്കൊരു റാഹത്താകുന്നുണ്ട്. കൈയൊക്കെ പിടിച്ചിട്ട് ഉസ്താദിനെ പോയിട്ട് ക്ലാസ്സിലേക്ക് ഇരുത്തുന്ന ഒരു രംഗം നല്ല എന്താ പറയുക ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു രംഗം തന്നെയാണ് കേട്ടോ. ഒരു നല്ലൊരു രസമുള്ള കാഴ്ചയായിരുന്നു.
അപ്പോൾ കുട്ടീനെ സദർ ഉസ്താദിനെ വന്ന് ക്ലാസ്സിലൊക്കെ ഇരുത്തിയേട്ടാ. അപ്പോൾ ക്ലാസ്സിൽ ഇപ്പോൾ ഫസ്റ്റ് ബാച്ചിൽ, അതായത് ഒന്നാം ക്ലാസ്സിൽ ഇപ്പോൾ അങ്ങനെ ആളില്ല. മദ്രസ തുടങ്ങിയിട്ട് ഇപ്പോൾ 2-3 ദിവസമല്ലേ ആയിട്ടുള്ളൂ, 3-4 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ചേർന്ന് വരുന്നത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു 5 കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു കുട്ടി പിന്നെ ഇക്കാക്ക അടുത്തിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇക്കാക്ക അടുത്തിരിക്കാൻ വേണ്ടി പോയിരുന്നു കേട്ടോ. അപ്പോൾ മഖ്ദൂമിൻ്റെ മൂഡ് സ്വിങ്സ് ഒക്കെ ചേഞ്ച് ആകുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ പോക്കാന്ന് പറയുമ്പോൾ തന്നെ ഓൻ കരയാൻ വേണ്ടി തുടങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ് കരയേണ്ട, നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി സദർ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം ഇരുത്തിയിട്ട് പിന്നെ നോക്കിയിട്ട് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞ്. അപ്പോൾ മഖ്ദൂമിൻ്റെ അടുത്തുള്ള കുട്ടികളൊക്കെ നല്ലോണം കരയാൻ വേണ്ടി തുടങ്ങി കേട്ടോ. അപ്പോൾ തൊട്ടടുത്തുള്ള കുട്ടി സ്മാർട്ടാണ്, മാഷാ അല്ലാ. അവന് അങ്ങനെ കരയുന്നൊന്നുമില്ല, അവൻ ആൾ ഓക്കെയാണ്. മഖ്ദൂം ഇവൻ്റെയൊക്കെ കരച്ചിൽ കണ്ടിട്ട്, വേറെ കുട്ടികൾ കരച്ചിൽ കണ്ടിട്ട് ഭയങ്കര ടെൻഷനായി. അപ്പോൾ മഖ്ദൂം എന്താ പറയുക, കരയാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം നമ്മൾ മാറി നിൽക്കുക, എന്നിട്ട് ഉസ്താദ്മാർ ഹാൻഡിൽ ചെയ്തോട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ മാറി നിന്നിട്ടുണ്ടായിരുന്നത്. ഉസ്താദ്മാരോടൊക്കെ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്, പേരും കാര്യങ്ങളും, അതുപോലെ തന്നെ എന്തെല്ലാം ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് മഖ്ദൂമിൻ്റെ ഉസ്താദ് കേട്ടോ. ഇത് നമ്മളെ നാട്ടുകാർ തന്നെയാണ്, നമ്മൾ തൊട്ടടുത്ത് പാറാൽ ഉള്ള ഒരു ഉസ്താദാണ് കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടി പോകുമ്പോൾ തന്നെ അവൻ കരച്ചിൽ തുടങ്ങി കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് വന്നതിന് ശേഷം ഭയങ്കര കരച്ചിൽ കേട്ടോ. അവൻ്റെ കരച്ചിൽ നിങ്ങൾ കേൾക്കുന്ന കേട്ടോ. കൂട്ടാൻ വേണ്ടി പോകാം കേട്ടോ. സദറുസ്താൻ്റെ പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. മഖ്ദൂമിനെ കൂട്ടാൻ വേണ്ടി പോകാം. വാ വാ വാ, അതെടുക്ക്. അസ്സലാമു അലൈക്കും പറയും ഉസ്താദിനോട്. അസ്സലാമു അലൈക്കും പറയും. അസ്സലാമു അലൈക്കും പറയും. പറയും അസ്സലാമു അലൈക്കും പറയും. എല്ലാവരോടും പറയും. കരയത് അയ്യേ, ഇങ്ങനെയുണ്ടോ കരയിൽ? ഇങ്ങനെയുണ്ടോ കരയിൽ? നാളെ അടിപൊളിയായിട്ട് വരുമല്ലേ? ഇത് പൊന്തുന്നില്ല ചങ്ങായിമാരെല്ലാം ഇഷ്ടമായിനാ? നാളെ ഇതുപോലെ വേമ്പിടൂല്ലോ കേട്ടാ, കുറച്ച് ലേറ്റ് ആവേ കേട്ടാ. നമ്മൾ മഖ്ദൂമിനെ മദ്രസയിൽ ചേർത്തിട്ടാവുന്നല്ലേ? മദ്രസ ഇഷ്ടമായിനാ മഖ്ദൂമിന്? നാളെ ഇതിൽ പോവില്ലേ? ശരിക്കും കൊടുക്കൂല. അപ്പൊ അടുത്തതിൽ കാണുന്നവരെ എല്ലാവർക്കും പറയ്.